പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ലൈറ്റ് കേടായിട്ട് എത്ര കാലമായി? ഈ ലൈറ്റ് കേടായിട്ട് 2 വർഷം കഴിയുന്നു. എന്നിട്ട് ആരും റിപ്പയർ ചെയ്യാൻ വന്നിട്ടില്ല? ആരും വന്നിട്ടില്ല. ഇതിന്റെ ഇടയിൽ ഒരു പാർട്ടിക്കാർ 3 പേര് വന്ന് ശരിയാക്കി വെച്ച് പിറ്റേ ദിവസം അത് പോയി. അതിന്റെ അകർക്കൽ വരെ പഞ്ചായത്തിന്റെ അകർക്കൽ വരെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഉൾപ്പെടെ ഞങ്ങളെല്ലാം അറിയിച്ചു കഴിഞ്ഞു. എന്നിട്ട് പിന്നും ഇതിന് ഒരു കാരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. തീരദേശത്തുള്ള ഈ ഹൈമാക്സ് ലൈറ്റിന്റെ അവസ്ഥ ഇന്ന് വളരെ ദയനീയമാണ്. ഇതിന്റെ ബോക്സുകളെല്ലാം തുരുമ്പെടുത്ത് അതിന്റെ കണക്ഷനിലെ ഇൻസുലേഷൻ പോയി പുറത്താണ്. ഏത് നിമിഷവും നിലം പൊത്താവുന്നുള്ള രീതിയിലാണ് ഹൈമാക്സിന്റെ നിൽപ്പ്. 6 ബൾബ് കത്തേണ്ട അടുത്ത് ഇന്ന് കത്തുന്നത് ഒരേ ഒരു ബൾബാണ്. അത് തിരിഞ്ഞു നോക്കാൻ പഞ്ചായത്തുകാർക്ക് സമയമില്ല. സാധാരണ ഹൈമാക്സ് ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മെയിൻ്റനൻസിന്റെ പൈസ വാങ്ങിക്കുന്നുണ്ട് അവര്. ഈ മെയിൻ്റനൻസിന്റെ കാശ് അവർ ഈടാക്കുന്നു എന്നാണ് തോന്നുന്നത്. പക്ഷെ അവരാരും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതിന്റെ ജംഗ്ഷൻ ബോക്സ് പോലും പൊട്ടി പുറത്തു കിടക്കും. ഒരു കാറ്റിന് ജംഗ്ഷൻ ബോക്സ് എല്ലാം തറയിൽ വന്ന് കിടന്ന് പിന്നെ അതെടുത്ത് കയറായിട്ട് നാട്ടുകാരാണ് കയറെടുത്ത് വെച്ച് കെട്ടി വെച്ചത്. ഇപ്പൊ ആകെ ഒരു ബൾബേ ഉള്ളൂ. ആകെ ഒരു ബൾബ് കത്തുന്നു, അത് അണയുന്നില്ല. ആ അവസ്ഥയിൽ എത്തിയിട്ട് പോലും അവർക്ക് വേറെ എല്ലാവരെയും അറിയിച്ചു. 10 മെമ്പറെ അറിയിച്ചു, 11 മെമ്പറെ അറിയിച്ചു, വാർഡ് മെമ്പർമാരെ അറിയിക്കാതെ നമുക്ക് പിന്നെ ആരെ അറിയിക്കാൻ? അത് മാത്രമല്ല, ജസ്റ്റ് ഒരു വിഷയം എന്ന് പറയുന്നത്, ഇവിടുത്തെ 11ാം വാർഡിലെ മെമ്പറാണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത് 10ാം വാർഡിലെ മെമ്പർ വന്ന് ഇതിനെ കൈകാര്യം ചെയ്യുന്ന പോലെ അവിടെ അവതരിപ്പിച്ച സമയത്ത് പോലും അവിടെ ബോധ്യപ്പെടുത്തപ്പോൾ പ്രസിഡന്റ് പറയുന്നത് അവിടെ ഇതിനെതിരെ പ്രതികരിക്കുന്നു. ഇത് പെരുവാറയ്ക്ക് മാത്രം എന്തിനാണ് ഇത് കൊടുക്കുന്നത്? ആകെ ഉള്ളതെന്ന് പറയുന്നത് പെരുമാതുറയുടെ ആകെ ഉള്ള ഒരു സമ്പ്രദായം ഇതാണ്. ഈ 3 വാർഡിൽ ചേർന്ന് ആകെയുള്ള ഒരു ലൈറ്റ് ഇതാണ്. 10-ലില്ല, 11-ലില്ല. ഇതിനിടയിൽ എത്ര ഡിസ്റ്റൻസ് കിടപ്പുണ്ടെന്നറിയോ? എത്ര ഏരിയകളുണ്ട്? എവിടെ ഒന്നുമില്ല. അത് മാത്രമല്ല, നമ്മുടെ ഇവിടെ ഒരു ലേലപ്പിരയ്ക്കൊക്കെ അപേക്ഷിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. 100 ഘട്ടങ്ങളിൽ ഇതുവരെ പഞ്ചായത്തിന്റെ യാതൊരു കാരണങ്ങളും, ഇതുപോലുള്ള ഒരു കാരണങ്ങളും ജനങ്ങൾക്ക് അനുകൂല്യമായ ഒന്നും നടക്കുന്നില്ല. ലേലപ്പിരയുടെ ഈ ഷെഡിന്റെ കാര്യം, അത് മാത്രമല്ല, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പെരുമാതുറ ഈ മേഖലയിൽ ഇവിടെയുള്ള വള്ളങ്ങൾക്ക് ആർക്കും ഈ 3 പഞ്ചായത്തിലുള്ളവർക്ക് ഇത് വന്നിട്ട് ഒരു മീൻ കൊണ്ടുവന്ന് ലേലം ചെയ്യാനോ അവരുടെ സാമഗ്രികൾ വലകളോ മറ്റുള്ള സാമഗ്രികളോ കൊണ്ടുവന്ന് അതിനെ റിപ്പയർ ചെയ്യാനോ ഉള്ള ഒരു സൗകര്യം ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കൈക്കൊള്ളുന്നില്ല. ഇവിടുത്തെ ഫണ്ടില് ഈ പെരുമാതുറയിൽ പുതുതായിട്ട് ഒന്നും എടുക്കുന്നില്ല, വിനിയോഗിക്കുന്നില്ല. ഈ ഫണ്ട് അവർ ഏത് മേഖലയിൽ ഉപയോഗിക്കുന്നു എന്ന് നമുക്കറിയണം. ഈ പെരുമാതുറയ്ക്ക് വിനിയോഗിക്കുന്ന ഫണ്ടിന് പെരുമാതുറ എന്ന് പറയുന്നത് മറ്റുള്ള അഴൂർ പഞ്ചായത്താണ്. ഇനി കരുണകുളം പഞ്ചായത്ത് അഴൂർ പഞ്ചായത്താണ്. ഈ 2 പഞ്ചായത്ത് കഴിഞ്ഞിട്ട് ആകെ ചിറകിൽ പഞ്ചായത്തിന്റെ മേഖല എന്ന് പറയുന്നത് ഈ തുച്ഛമായ 3 വാർഡേ ഉള്ളൂ. ഇത് ഒറ്റപ്പന വരെ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് 1.5 കിലോമീറ്ററിനകത്താണ് ചിറകിൽ പഞ്ചായത്തിന്റെ അതിർത്തിയുള്ളൂ. ഈ അതിർത്തി എന്ന് പറയുന്നത് തീരദേശമാണ്. ഈ തീരദേശത്തേക്ക് വേണ്ടി ഒരൊറ്റ വക ഈ പഞ്ചായത്തിൽ നിന്നും ഇപ്പോൾ പുതുതായിട്ട് ഒരു പ്രസിഡന്റിനെ തരാൻ ഇതുവരെ ഒന്നും നടന്നിട്ടുമില്ല. അപ്പൊ താങ്കൾ പറയുന്നത് തീരദേശ മേഖലയിലെ ഫണ്ട് പെരുമാതുറയ്ക്ക് വിനിയോഗിക്കുന്നില്ല. ഏതാ വിനിയോഗിച്ചിട്ടുള്ളത്? ഇവിടെ തന്നെ ഇപ്പോഴ് നമ്മുടെ ഈ തൊട്ടടുത്ത ഈ ജംഗ്ഷനിൽ തന്നെ കുഴിയെന്ന ആക്സിഡന്റ് സംഭവിച്ച് ലാസ്റ്റ് യുവാക്കള്, കൊച്ചു കുട്ടികള് നബിദിനെ സംബന്ധിച്ച് അവിടെ റോഡ് വെള്ളവും ഇതുമായിട്ട് കുഴിയുമായി കിടന്നപ്പോഴത്തേക്കും അടുത്തടുത്തുനിന്ന് ലോഡ് ഇറക്കി അവരുടെ പൈസ ചെലവാക്കി അവര് സ്വരം കൂട്ടി വിനിയോഗിക്കാൻ വെച്ചിരുന്ന ആ പൈസ വിനിയോഗിച്ചാണ് അവർ ആ റോഡിനെ ആദ്യം ക്ലിയർ ചെയ്തത്. ഒരു ക്ലബ്ബ്, അജ്മീർ ക്ലബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബുകാരാണ് ആ റോഡ് സംഘത്തിന്റെ ഫ്രണ്ട്. അതും ഒരു സംഘം, ഈ പഞ്ചായത്തിന്റെ സംഘമാണ്, സംഘം പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. അജ്മീർ എന്ന് പറയുന്ന ക്ലബിൽ നിന്നാണ് പൈസ എടുത്തിട്ട് വിനയിച്ച് അവര് ഉറക്കം കഴിഞ്ഞിരുന്ന ആ വെള്ളത്തിനെ അവർ ഓടയെ പറഞ്ഞിരുന്നു. അപ്പോഴത്തേക്കും പറഞ്ഞ് പുതിയൊരു സംരംഭം വരുന്നു, ഇനിയിപ്പോ റോഡ് വികസനവും ഓടകളും ഇതുമൊക്കെ വരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അതിനെ സംബന്ധിച്ച് അതിനെ ഒഴിക്കാം. എന്നാൽ ഈ വെള്ളത്തെ മറ്റൊരു മേഖലയിലേക്ക് പോകാനോ ഈ ആക്സിഡന്റിനെ ഒഴിവാക്കാനോ ഈ കുഴികളെ നികത്താനോ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവട്ടെ മെമ്പർമാരാവട്ടെ, ഇവിടുത്തെ മെമ്പർ എവിടെയാണ് പ്രസിഡന്റ്? അവരുടെ കണ്ണിന്റെ ഫ്രണ്ടിലാണ് ഇത് കിടക്കുന്നത്. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉള്ളതാണ്. അവര് എല്ലാ നേരവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണ ഇതിന്റെ ഫ്രണ്ടിലാണ്. ചുരുക്കത്തില്
ചിറയൻകീഴ് പഞ്ചായത്ത് പെരുമാതുറയുടെ ഒരു അവഗണനയാണ്. ഇക്കാലം വരെയും ഈ നിമിഷം വരെയും അവഗണനല്ലേ. തൊട്ടപ്പുറത്തെ കരണംകുളം പഞ്ചായത്തിൽ നോക്കാം, നമ്മൾ ഒരുപാട് ദൂരെ തൊട്ടടുത്താണ്. ചർച്ചിന്റെ താഴെ അര കിലോ 1.5 കിലോമീറ്റർ ഇല്ലെന്നോ, 1 കിലോമീറ്റർ ഉള്ളിലുള്ള അപ്പുറത്ത് നിൽക്കുന്ന ആ പഞ്ചായത്ത് കരണംകുളം പഞ്ചായത്തിൽ ഒരു വാർഡ് മെമ്പറേ ഉള്ളൂ. ആ വാർഡ് മെമ്പർക്ക് എന്തൊക്കെ നടക്കുന്നു നോക്ക്. 4 ഷെഡാണ്. 4 ഷെഡ് വന്ന് ഒന്നുപോലെ 4 ഷെഡാ. അവർക്ക് വില കൊടുക്കാം, മത്സ്യത്തൊഴിലാളികൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്യാം. അവരെല്ലാ സജ്ജീകരണങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അവിടെ ഫണ്ട് ഉപയോഗിക്കുന്നു. കുടിവെള്ള പദ്ധതിയിൽ തന്നെ ഏതൊക്കെ വന്ന് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുണ്ട്. നാച്ചുറൽ സാധാരണ അവിടുത്തെ കരണംകുളം ഇതിലെ വെട്ടുതുറയെന്നുള്ള കരണംകുളം പഞ്ചായത്തിന്റെ വകയ്ക്കുള്ളത് കൊണ്ട് ഇതെല്ലാം ചെയ്ത് ഇവിടെ എന്താ ഉണ്ടായിട്ടുള്ള, ഇവിടെ ബില്ല് മാത്രമല്ലാതെ അതുപോലും ഇവിടെ കിട്ടുന്നില്ല. കുടിവെള്ളം പോലും ഇവിടെ വെള്ളമില്ല, ബില്ല് കൊടുക്കുന്നു. അതും ഉള്ളത് ഇവിടെ ഉള്ളവരാരും പ്രതികരിച്ചിട്ട് ഗുണമില്ലെന്ന് കണ്ടിട്ട് അങ്ങ് വെറുത്ത് കറിയിരിക്കുകയാണ്. കാറ്റ് വരും. അതെ, കാറ്റ് ഏറിന്റെ പൈസ കൊടുക്കണം. അതാ ഇവിടുത്തെ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാല് വാട്ടർ സപ്ലൈയുടെ ബില്ല് വന്നാൽ ഈ ഗ്രാമപ്രദേശത്തുള്ള ആരും അടയ്ക്കരുത്. അടയ്ക്കാതിരുന്നാൽ തന്നെ അല്ല ജസ്റ്റ് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറയണം. ഇവിടെ ഉള്ള ഒരു സാധാരണക്കാരൻ ഇവർ കൂടുതൽ മറ്റുള്ളവരുടെ ഇതാക്കാൻ പോകുന്നില്ല. ഇവരെ ഭയപ്പെടുത്തുന്നതെന്ന് പറയണത് പിന്നെ ഇവിടെ ഈ വേസ്റ്റ് ആരാ എടുക്കുന്ന, ഇവരെ ഓരോ വീടുകളിൽ നിന്ന് 50 രൂപ വീതം മേടിച്ചിട്ട് പോകുന്നുണ്ട്. പ്ലാസ്റ്റിക് എടുക്കുന്ന ഇതിനെ അവർ കഴുകി ശുദ്ധീകരിച്ചു കൊടുക്കണം. അവര് മേലെ കയ്യിൽ കൊണ്ട് കൊടുക്കണം. 50 അല്ലെ കൊടുത്തില്ലെങ്കിൽ 50 രൂപ അങ്ങനെ കൊടുക്കണം. അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് ഭീഷണി വരുന്നു. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ല, നമുക്ക് പല കാര്യങ്ങളുമുണ്ട്. നമ്മുടെ തൊഴിലുറപ്പിന് അവരുടെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി തന്നെ ഇവരിപ്പോ പേടിപ്പിക്കുന്ന തൊഴിലുറപ്പ് പറഞ്ഞാണ്. തൊഴിലുറപ്പ് പദ്ധതി പറഞ്ഞാണ് സ്ത്രീകളെ ഇവര് പേടിപ്പിക്കുന്നത്. അത് ഇനി വെച്ച് പൊറപ്പിക്കൂല. തീർത്തും പറയാണ്, അതിന് ഞങ്ങൾ വെച്ച് പൊറപ്പിക്കൂല. തൊഴിലുറപ്പിനെ കൊണ്ടുപോകത്തില്ല, അതിന് ചെയ്യാൻ അല്ല. ഇതിനകത്ത് വേറൊരു വിഷയമുണ്ട്. നമ്മുടെ CRSന്റെ നിയമപ്രകാരം ഇവിടെ വീടിന് നമ്പറില്ല. ആ വീട്ടിന് നമ്പറില്ലാത്തവര് ഈ ഹരിത കർമ്മസേനയ്ക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കൈയവകാശ രേഖകൾ മാത്രമേ ഉള്ളൂ. അതില്ലാത്ത വീടുണ്ട്, അതും ഇല്ലാത്തതാണ്. ഇതെല്ലാത്തിനും ഇവർ ഇതാക്കിക്കുന്നു. 50 രൂപ ഒരൊറ്റ ചോദ്യം കൂടെ ചോദിക്കുന്നു. ഇവർ ഇവിടുത്തെ തൊഴിലുറപ്പിനാണെങ്കിൽ ഈ മേഖലകളിൽ ഇത് ടൂറിസം പദ്ധതിയിൽ എത്തിയ സ്ഥലമാണ്. പെരുമാതുറ എന്ന് പറയുന്നത് ടൂറിസം മേഖല എത്തിയ സ്ഥലമാണ്. ഇത് വകയിരുത്തിയാണ് ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നു. എന്നിട്ട് പോലും വിളക്കില്ലാത്ത ടൂറിസം എന്ന് പറയുന്നത് ഇത് എവിടെ? അതുപോട്ടെ, ഇത് തീരദേശമാണ്. തീരദേശത്തുള്ള ഇവിടെ ഉള്ള തൊഴിലാളികൾക്ക് ഇവിടെ ഈ നാട്ടിൽ തന്നെ കൊടുക്കണം. ഇവിടെ തന്നെ വൃത്തിയാക്കാൻ എന്തൊക്കെയാളുണ്ട്. അതുപോലെ റോഡൊക്കെ എത്രയുണ്ട്, അല്ലെങ്കിൽ സ്കൂളുകളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്. ഇതൊന്നിനും അവര് വിലയിരുത്തുന്നത്. അവര് വേറെ എപ്പോഴും തന്നെ വേറെ സ്ഥലത്തൊക്കെയാ കൊണ്ടുപോകണം. അവിടെയാ കൊണ്ടുപോകേണ്ടത്. ഇവിടെ എത്ര അതൊക്കെ നമുക്കിപ്പോ നടന്നു വരേണ്ട ലൈറ്റിന്റെ കാര്യമാണ്. ജസ്റ്റ് ഒരു കാര്യം കൂടെ, പെരുമാതുറയോടുള്ള അവഗണന. അതെ, മെയിനായിട്ട് ഇവിടുത്തെ അവഗണന എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എന്താണ് അവഗണന കാണിക്കുന്നത്? ഇവിടെ ആരും പ്രതികരിക്കില്ല. ഇവിടെ എന്നുള്ള ഉറപ്പായിരിക്കാം. ഇവിടെ ഉള്ളവരാരും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ആരും പ്രതികരിക്കില്ല. എല്ലാം ക്ഷമിക്കും. എല്ലാരും ക്ഷമിക്കും. ഇനി അത് വേണ്ട, പ്രതികരണമാണ് ആവശ്യം. എല്ലാരും ഒറ്റക്കെട്ടായിട്ട് മാത്രം ഇറങ്ങി വരും മുമ്പറന്മാര്. അന്ന് എന്റെ ഉമ്മ ഇതെല്ലാം വിളിച്ചിട്ട് അതിനുശേഷം അവർ ജയിച്ചു കഴിഞ്ഞാൽ തോറ്റു കഴിഞ്ഞാൽ കടപ്പുറത്തുള്ള ചരിത്രമില്ല. അത് ഇലക്ഷന്റെ ട്രിക്കാണ്. അത് പറഞ്ഞ തീർത്തും പറയണം. ഞങ്ങൾ ഇനി ഒരു ഇലക്ഷനും എല്ലാ ഇലക്ഷനും ബഹിഷ്കരിച്ചിരിക്കും. ഒരൊറ്റ ഇനി അങ്ങോട്ടും അറിവില്ല. അത് ഉറപ്പാണ്.
ഇവർ തന്നെ സ്വതന്ത്ര സ്ഥാനം ഫണ്ട് നിങ്ങൾക്ക് ബീച്ചിലേക്ക് ഇല്ലാതെങ്കിൽ ഞങ്ങളെ വോട്ട് നിങ്ങൾക്ക് എന്തിനാണ്? എന്തായാലും ആ ബന്ധപ്പെട്ട അധികാരികൾ ആ. എത്ര വർഷത്തിന് മുമ്പേ ആയ ഇത് കണ്ടിട്ട് അവർ തീരുമാനിക്കും. അതെ അവർ തീരുമാനിക്കട്ടെ. തീരുമാനിക്കുമെന്നല്ല, തീരുമാനങ്ങൾ ഈ ഹൈമാക്സിന്റെ കേസ് തന്നെ നമ്മൾ 9 തവണ ഫോൺ ചെയ്ത് പറഞ്ഞു. ഇതൊന്നും 6 ലൈറ്റ് ഇട്ട സ്ഥലത്താണ് ഒരൊറ്റ ലൈറ്റ് ആണ് കത്തുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാം. ഇത് നോക്കി അത് നമ്മൾ 5000 മെമ്പർ പ്രസിഡന്റ് ആക്കി വെച്ചിരിക്കുന്നു. ഒരു പ്രസിഡന്റാണ്. എന്നു പോലും 6 തവണ വിളിച്ചു പറഞ്ഞു. ഇത്രയും പവർ ഉണ്ടായിട്ട് പോലും അവർ ഇതിനെ സ്വീകരിച്ചിട്ടില്ല. ഇത് നോക്കിയ ഒരൊറ്റ ലൈറ്റ് ആണ് ഇപ്പോഴും കത്തുന്നത്. ഇതുകൂടെ പോയാ പോയി. അത് മാത്രമല്ല, ഒരു മാത്രമല്ല ഈ ഷെഡ് ഈ ലൈറ്റിന്റെ അവഗണന പഞ്ചായത്തിന് പൈസ കറണ്ടിന് അടയ്ക്കുന്നത് കൊണ്ടാണോ എന്നായിട്ട് ജനങ്ങൾക്ക് അത് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് അവർ ഇനി ശക്തമായി ഇന്ന് ഇതിനെ എതിർക്കും. തീർച്ചയായും ഒരു പാർട്ടിയുടെ രീതിയിൽ വന്ന് എതിർപ്പ് വരുന്നത് ഇനി ശക്തമായി ജനങ്ങൾ എതിർത്തിരിക്കും. അധികാരികൾ ഇത് കാണട്ടെ, കാണണം. അധികാരികളെ കണ്ടു തുറക്കട്ടെ. അതെ, ഇത്രയും നേരം ഈ ചാനലിന് വേണ്ടി സഹകരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ.